കണ്ണൂർ നിയമസഭാ സീറ്റിനായുള്ള കെ സുധാകരന്റെ കലാപത്തിൽ ആടിയുലയുകയാണ് കോൺഗ്രസ്. സീറ്റ് തന്നില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ആകെ പ്രതിഫലിക്കുമെന്ന് നേതൃത്വത്തോട് ഭീഷണി മുഴക്കിയിട്ടാണ് സുധാകരൻ ഇന്ന് ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. ശേഷം കണ്ണൂർ തന്റെ ഹൃദയരക്തം ഇറ്റുവീണ മണ്ണാണെന്നും ആരൊക്കെ മറന്നാലും താനത് മറക്കില്ല എന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. അണികളും അതിവൈകാരിക പ്രതികരണങ്ങളുമായി സുധാകരനെ പിന്തുണച്ചെത്തി. പിന്നാലെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പതിവായി കണ്ടു പരിചയിച്ച രംഗങ്ങളുടെ തനിയാവർത്തനം. സുധാകരന്റെ വീട്ടിലേക്ക് അണികളുടെ പ്രവാഹം, വൈകാരിക ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ, എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു കെ സുധാകരൻ. അപകടം മണത്തതോടെ സുധാകരനെ അനുനയിപ്പിക്കാൻ നേതാക്കൾ തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങി. പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇടപെടും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ച കെ സുധാകരനെ ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തി അനുനയ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. കണ്ണൂർ സീറ്റിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് കെ സുധാകരന്റെ നിലപാട്. അതേസമയം സുധാകരന് വേണ്ടി കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. സുധാകരനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ വൻ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പോസ്റ്ററിലെ മുന്നറിയിപ്പ്. യുദ്ധകാഹളം മുഴക്കിയ സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കുമോ? കാണാം RDX റാപ്പ്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താൽപര്യം കെ സുധാകരൻ നേരത്തെ തന്നെ പാർട്ടിയെ അറിയിച്ചിരുന്നു. എന്നാൽ MP-മാർ മത്സരിക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പാണ് സംസ്ഥാന നേതാക്കൾ ഉയർത്തിയത്. കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഡൽഹിയിൽ പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. സീറ്റ് നൽകില്ലെന്ന് ഉറപ്പായതോടെയാണ് സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയത്. കണ്ണൂർ സീറ്റ് തന്നില്ലെങ്കിൽ ജില്ലയിലാകെ പ്രതിഫലിക്കുമെന്ന് നേതൃത്വത്തോടെ ഭീഷണി മുഴക്കുകയും ചെയ്തു. നേതൃത്വത്തോടിടഞ്ഞ് നാട്ടിലേക്കെത്തിയ കെ സുധാകരന്റെ വീട്ടിലേക്ക് അനുയായികൾ ഒഴുകിയെത്തി. കണ്ണൂർ തിരിച്ചുപിടിക്കാൻ കെ സുധാകരൻ തന്നെ വേണമെന്നാണ് മഹിളാ കോൺഗ്രസിന്റെയും നിലപാട്. അണികൾ ജില്ലയിലുടനീളം സുധാകരൻ അനുകൂലമായി പോസ്റ്റർ പ്രചാരണവും തുടങ്ങി. മുതിർന്ന നേതാവിന്റെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് AICC നേതൃത്വം. അതിനിടെ ഫേസ്ബുക്കിൽ വൈകാരിക കുറിപ്പുമായി സുധാകരൻ രംഗത്തെത്തി. കണ്ണൂർ എന്നത് തന്റെ ഹൃദയ രക്തമാണെന്നും കണ്ണൂരിലെ കോൺഗ്രസ് എന്നും തന്റെ മേൽവിലാസമാണെന്നും സുധാകരൻ പോസ്റ്റിൽ പറയുന്നു. അനുനയത്തിൽ ഫലം കാണാതായതോടെ AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇടപെടാനാണ് ഇപ്പോൾ തീരുമാനം. സുധാകരനെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് AICCയുടെ നീക്കം. RDX റാപ്പ്, ന്യൂസ് മലയാളം. കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മത്സരിക്കും എന്നായിരുന്നു തിങ്കളാഴ്ച കെ സുധാകരൻ പറഞ്ഞത്. ആ പ്രതികരണം ആദ്യം കാണാം. മത്സരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ അവസാന നിമിഷം ഉണ്ടോ? 110% ഉണ്ട്. അതിലെന്താ മത്സരിക്കും? ഓ, ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. KPCC അധ്യക്ഷനുമായി കെ സുധാകരൻ ദീർഘനേരം ചർച്ച നടത്തിയിരുന്നു എന്ന് സ്ഥിരീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ. സുധാകരൻ അതൃപ്തി എന്നത് മാധ്യമങ്ങളുടെ പ്രചാരണം മാത്രമാണെന്ന് KC വേണുഗോപാലും VD സതീശനും പ്രതികരിച്ചു. MP-മാർ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്ന് ബെന്നി ബെഹനാൻ രാവിലെ ഞങ്ങളോട് പറഞ്ഞു. നിങ്ങളിങ്ങനെ ഓരോന്നുണ്ടാക്കിക്കൊണ്ട് ചർച്ച പങ്കെടുക്കാതെ എല്ലാ കെ സുധാകരൻ പോയിരുന്നു. KPCC പ്രസിഡന്റുമായിട്ട് ദീർഘമായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു. കെ സുധാകരന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള. അദ്ദേഹത്തിന് കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലത്തെ സുധാകരന്റെ വിഷയം മറക്കാൻ വേണ്ടി ഇന്നൊരു പുതിയ സുധാകരന്റെ വിഷയം ഉണ്ടാണ്. പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അതാണെങ്കിൽ തന്നെ അതിൽ കണ്ണൂർ മത്സരിക്കുമൊന്നുമല്ലല്ലോ. അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. വ്യക്തിപരമായി തീരുമാനമെടുക്കാനുള്ള അധികാരം MP-മാർക്കുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമെന്ന ആ ഘട്ടത്തിലുണ്ടായ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞു MP എന്ന നിലയിൽ ഞാൻ മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞു. അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. മറ്റ് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പാർട്ടിയുടെയും വികാരമാണെന്നും ഏത് ഘട്ടത്തിലും സുധാകരനൊപ്പമാണെന്നും കണ്ണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള റിജിൽ മാക്കുറ്റി ഇന്ന് പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ കെ സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷമായിരുന്നു റിജിൽ മാക്കുറ്റിയുടെ ഈ പ്രതികരണം. കെ സുധാകരൻ അദ്ദേഹം എന്ത് ആഗ്രഹിക്കുന്നു അത് നടക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെ കണ്ണൂരിലെ കോൺഗ്രസ്. അതിന് സംശയം? അദ്ദേഹത്തെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം കണ്ണൂരിലെ പാർട്ടി ഉണ്ടാക്കിയ നേതാവാണ്. അദ്ദേഹമാണ് ഈ പാർട്ടി ഈ രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വഹിച്ചു. അത്ര വൈകാരികതയുണ്ട്. ഞങ്ങളാരും അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കിയത്. മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് നോക്കാം. കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിങ്ങനെയാണ്. KSUവിലൂടെയാണ് കെ സുധാകരൻ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. 91 മുതൽ 2001 വരെ കണ്ണൂർ DCC പ്രസിഡന്റായിരുന്നു കെ സുധാകരൻ. 96, 2001, 2006 വർഷങ്ങളിൽ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. AK ആന്റണി മന്ത്രിസഭയിൽ 2001 മുതൽ 2004 വരെ വനം വകുപ്പ് മന്ത്രിയായിരുന്നു കെ സുധാകരൻ എന്ന കാര്യം ഓർക്കണം. 2009 കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തി അദ്ദേഹം.
2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം 2019 വീണ്ടും കണ്ണൂരിൽ നിന്ന് ലോക്സഭാ MP ആയി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2019 2021 മുതൽ 25 മെയ് വരെ KPCC അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം, കെ സുധാകരൻ. നമുക്ക് ഓർമ്മയുടെ സമീപകാല ചരിത്രമാണ്. കെ സുധാകരൻ്റെ രാഷ്ട്രീയ കരുത്തിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രതിസന്ധിക്കകത്ത് പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് അദ്ദേഹത്തിനാൽ. അപ്പോൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കാം എന്നങ്ങ് തീരുമാനിച്ചാൽ ബാക്കി 5 MP അടക്കമുള്ള ആൾ ഇങ്ങനെ ചാടി നിൽക്കുകയാണ്. അപ്പോൾ അവരും കൂടെ വരും, ആകെ പ്രതിസന്ധിയിലാകും, ഇവരുടെ പ്ലാനെല്ലാം തെറ്റും. പക്ഷേ അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരുന്നാൽ കണ്ണൂരിൽ വലിയ കുഴപ്പമാവുകയും ചെയ്യും. എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോവുക? അതായത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ് കേരളത്തിൽ. കാരണം 2 തവണ ഭരണം നഷ്ടപ്പെട്ടു. 3ാമത്തെ തവണയും ഭരണം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. മാത്രമല്ല കേന്ദ്രത്തിൽ ഭരണമില്ല, കാലങ്ങളായി അകന്നു നിൽക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള എല്ലാ പദ്ധതിയും കോൺഗ്രസ് നേതൃത്വം ഒരുമിച്ച് തയ്യാറാക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന മട്ടിലുള്ള വലിയ പൊട്ടിത്തെറി ഈ എല്ലാ സീറ്റുകളിലൊന്നും തീരുമാനമായിട്ടില്ല, പരിമിതമായ സീറ്റുകളിൽ തീരുമാനമായിട്ടുള്ളെങ്കിൽ കൂടി ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഘടകകക്ഷികളുടെ ഈ വിഷയത്തിലൊക്കെയുള്ള നിലപാട് നോക്കണം. ഘടകകക്ഷികൾ വളരെ സൂക്ഷ്മമായി തെരഞ്ഞെടുപ്പ് വിജയം എന്നത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടു മുന്നിൽ ഇവിടെ ഉണ്ടായിരുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരൻ, അദ്ദേഹം ഈ കാണിക്കുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ സമീപനമാണ് കോൺഗ്രസിനോട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഹൃദയരക്തമാണ് കണ്ണൂർ എന്ന്. അദ്ദേഹം എവിടുന്നാണ് ഈ പാർലമെൻറ്റിലേക്ക് ജയിച്ചു പോയിരിക്കുന്നത്? ഈ കണ്ണൂരിൽ നിന്ന് തന്നെയല്ലേ പാർലമെന്റിലേക്ക് ജയിച്ചു പോയിരിക്കുന്നത്? അത് തിരുവനന്തപുരത്തു നിന്നാണോ കെ സുധാകരൻ ജയിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് അവിടെ നിന്ന് പ്രവർത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടല്ലോ. കണ്ണൂരിൽ തന്നെ കണ്ണൂരിൻ്റെ ജനപ്രതിനിധിയായി നിൽക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് പിന്നെയും കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ മാത്രമായി അദ്ദേഹത്തിന് ചുരുങ്ങണോ? എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. കണ്ണൂർ ജില്ലയുടെ മൊത്തം ഏതാണ്ട് ജില്ല പൂർണ്ണമായും ഉൾപ്പെടുന്ന ഏതാണ്ട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന കെ സുധാകരന് ഇപ്പോൾ കണ്ണൂർ നിയമസഭാ മണ്ഡലം കിട്ടിയാലേ ഈ കണ്ണൂരിൻ്റെ അതായത് ആ ഹൃദയരക്തത്തോടുള്ള നീതി ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് പിടികിട്ടുന്നില്ല. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വിജയിച്ചു വന്നാൽ മന്ത്രിയാവണം. ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഹൃദയം തുടിക്കുന്നത് മന്ത്രിയാവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം അതായത് ആ മന്ത്രി ജീവിതം നന്നായി ആസ്വദിച്ച ആളാണ് കെ സുധാകരൻ. ഓർമ്മയുണ്ടാവും സനീഷിന്, ആദ്യമായിട്ടാണ് ഒരു മന്ദിരത്തിൽ ഒരു ജിമ്മൊക്കെ ഉണ്ടാവുന്നതും ആ ജിമ്മിൽ അദ്ദേഹം എക്സർസൈസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള രസകരമായ വീഡിയോ. അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ, നന്നായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആ രംഗങ്ങളൊക്കെ ഓർമ്മയുണ്ടാകും. ആ ജീവിതം അങ്ങ് തുടരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനപ്പുറത്ത് ഇപ്പോൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്താണ്? ഏൽപ്പിച്ചു കൊടുത്ത പണി എന്താണ്? പാർലമെൻറ്റിൽ പോയിട്ട് അവിടെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ ഈ കഴിഞ്ഞ 15 വർഷത്തിനിടെ കഴിഞ്ഞ 10-15 വർഷത്തിനിടെ ഏറ്റവും തരക്കേടില്ലാത്ത ഒരു നമ്പറിലേക്ക് കോൺഗ്രസ് എത്തുകയും ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ശബ്ദം ഉയർത്താൻ കഴിയുകയും രാഹുൽ ഗാന്ധി പെർഫോം ചെയ്യും ഒരു പ്രതിപക്ഷ നേതാവിനെ 2 ടൈമിനിടയ്ക്ക് 3ാമത്തെ ടൈമിൽ മാത്രം കിട്ടുകയും ചെയ്ത ഒരവസ്ഥയിൽ അവിടെ പെർഫോം ചെയ്യാനും അവിടെ ശക്തമായി വാദങ്ങൾ ഉയർത്താനും കഴിയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കണമെന്നും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ അസ്ഥിരമായ ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസിന് ഇനി തിരിച്ചു വിജയിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പ് പറയാനാവാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണമെന്ന് എന്താണ് അദ്ദേഹത്തിന് ഇത്ര വാശി? അദ്ദേഹം മത്സരിക്കുമെന്ന് 3 വട്ടം പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ ഇന്നിപ്പോൾ VD സതീശൻ പറഞ്ഞു, അദ്ദേഹത്തിന് അത് VD സതീശൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഈ വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കേണ്ടി വരുന്ന നിസ്സഹായത ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം അദ്ദേഹം പറയുകയാണ് ആ കെ സുധാകരനോട് സംസാരിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ഉള്ളത് തന്നെ അറിയില്ല, ഒരു പ്രൊഫൈലിൽ ഉള്ളത് തന്നെ അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന്. ഈ ഹൃദയരക്തമുള്ള എന്നുള്ള പ്രയോഗം, ആ പ്രയോഗം പോലും അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളതാണ്, ഇപ്പം നടത്തിയിട്ടുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് പ്രയോഗമാണ്. ആ പ്രയോഗം തന്നെ ആ FB പോസ്റ്റിൽ വന്നത് വെറുതെയല്ല. മാത്രമല്ല മുഴുവൻ കോൺഗ്രസ് നേതാക്കളും അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലായി തന്നെ കണ്ടാണ് അതിനെ സ്വീകരിക്കുന്നത് എന്ന് ഓർക്കണം. പിന്നെ നമ്മൾ കണ്ട രംഗങ്ങളൊക്കെ എന്താണ്? റിജിൽ മാക്കുറ്റി ആരാണ്? അവിടെ 1ാം പേരുകാരനാണ്. ആ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ 1ാം പേരുകാരൻ റിജിൽ മാക്കുറ്റി, 2ാം പേരുകാരിയാണ് അമൃത രാമകൃഷ്ണൻ. ഇവരൊക്കെ കെ സുധാകരൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച് അവിടെ നിൽക്കുകയാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് ഫാൻസിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കെ സുധാകരൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി അനുസരിച്ച് അവിടെ അദ്ദേഹത്തിന് നിറയെ ഫാൻസ് ഉണ്ട്. ഈ ഫാൻസിനെ പിണക്കരുത്. ഇപ്പോൾ അവിടെ ആരെ ഹൈക്കമാൻഡ് തീരുമാനിച്ചാലും കെ സുധാകരനെ പിണക്കിയിട്ട് മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്നതാണ് എന്നുള്ളത് റിജിൽ മാക്കുറ്റിക്കും അറിയാം, ഈ അമൃത രാമകൃഷ്ണനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ വെറുതെ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കാനേ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൽ വളരെ ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്.
ഈ പാർലമെൻറ്റിൽ പോയി അദ്ദേഹത്തിന് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ശേഷിയുണ്ട്, ഇല്ലാത്ത ആളല്ല. പക്ഷേ അദ്ദേഹം അവിടെ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. ഞാനിങ്ങനെ എടുത്തു നോക്കുമായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹം ബി ജെ പിക്കെതിരെ അതിശക്തമായ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ആവേശം കയറി എന്തെങ്കിലും രാഹുൽ ഗാന്ധി അദ്ദേഹം ഏറ്റവും ശക്തമായി പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ഉണ്ടായപ്പോഴാണ്. അത് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി സ്വീകരിച്ചത് അദ്ദേഹം അദാനിക്കെതിരെ പറഞ്ഞിട്ടാണെന്നൊക്കെയുള്ള ചില കമാൻഡുകൾ വന്നിട്ടുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു നമ്മൾ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് അദ്ദേഹം പാർലമെൻറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ആ നിലയ്ക്ക് നോക്കിയാൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് തിരിച്ചിങ്ങ് വരുന്നതാണ്. മന്ത്രിയായി കൊടിവെച്ച കാറിൽ നടക്കട്ടെ എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ അദ്ദേഹത്തെ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചത് എന്താണ്? നമ്മൾ പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും വിലയിരുത്തുന്ന കാരണം എന്താണ്? കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ കാരണം എന്താണ്? അതായത് പാർലമെൻറ്റിൽ പോയി ഒരു പെർഫോം ചെയ്യണം. അതുകൊണ്ടാണ് നിയമസഭയിലേക്ക് ഇവിടെ ഇടതുമുന്നണിയെ ജയിപ്പിച്ച അതേ നാട്ടുകാർ ഒറ്റയടിക്ക് ഇപ്പുറത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് UDF-നെ ജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത്. കാരണം അവർക്ക് അവിടെ കൂടുതൽ ശക്തി വേണമെന്നുള്ളൊരു തോന്നൽ ജനത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് കെ സുധാകരനെ വിജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത്. ആ കെ സുധാകരൻ വളരെ അവിടെ മത്സരിക്കാൻ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം ഇളമുറക്കാരായ ആളുകളെ കൂടി വഞ്ചിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹം മന്ത്രിയായാൽ മാത്രമേ ഈ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ ആളുകളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയരക്തം വീണ മണ്ണിനോട് നീതി പുലർത്താൻ കഴിയുള്ളൂ? എനിക്ക് മനസ്സിലാവുന്നതില്ല ഇദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്ന്. മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിന് മന്ത്രിയാവണം, അതിനപ്പുറത്ത് വേറൊരു ആഗ്രഹവുമല്ല അദ്ദേഹത്തെ നയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സനീഷേ, കോൺഗ്രസിലും CPM-ലും ഇത്തവണ മന്ത്രിമാരെ ഉണ്ടാക്കാനുള്ള ആലോചനയാണ് പ്രധാനമായും നടക്കുന്നത്. ഇവർക്ക് അമിതമായ ആത്മവിശ്വാസം രണ്ട് മുന്നണിക്കുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർ മന്ത്രിമാരെ ഉണ്ടാക്കാനുള്ള പദ്ധതിയിലാണ്. അത് കാണുമ്പോൾ MP-മാർക്കും വെപ്രാളം തോന്നും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ ഇവിടെ ഇരുന്നിട്ട് മൊത്തം ആലോചനകൾ മുഴുവൻ മന്ത്രിമാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന ഇങ്ങനെ നടക്കുമ്പോൾ MP-മാർക്ക് ഉള്ളത് തോന്നില്ല, അപ്പോൾ ഇവിടെ ഇത്തവണ ജയിക്കും, നമുക്ക് മന്ത്രിയാവാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ടാണ് ഈ ആക്രാന്തം കാണിക്കുന്നത്. അതായത് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം വളരെ കൃത്യമാണ്. ആളുകൾ മത്സരിക്കേണ്ടതില്ല, അതായത് MP-മാർ ആ നിലയ്ക്ക് മത്സരിക്കേണ്ടതില്ല എന്നുള്ള സമീപനം. ഇവിടെ വിജയിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ഈ മന്ത്രിമാർ കൂട്ടത്തോടെ മത്സരിക്കാൻ കാണിക്കുന്ന ആവേശം. ഇനിയിപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലീഗ് ചില താല്പര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചില MP-മാരൊക്കെ മത്സരിക്കുന്നത് നല്ലതാണെന്നുള്ള സമീപനം അവർക്കുണ്ടായിരുന്നു. അതിന് കാരണം എന്താണ്? അത് ഒരു കാൽക്കുലേഷൻ്റെ ബാക്കിയാണ്, ഒരു വിജയസാധ്യത കണക്ക് കൂട്ടിയിട്ടുള്ളതാണ്. കെ സുധാകരൻ്റെ കാര്യത്തിൽ അതല്ല, അദ്ദേഹത്തിൻ്റെ മാത്രം ആഗ്രഹമാണ്. അദ്ദേഹം ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു. കാരണം MP എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടുന്ന് കൊഴിയുന്നു, തിരിച്ചൊരാളങ്ങോട്ട് പോകുമോ എന്നറിയില്ല. ഇവിടെ സംസ്ഥാനത്തെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. കാരണം എന്താണ്? അവിടെ ഈ ഒരു ഭരണം നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ ആവശ്യമില്ലാത്ത ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസിനെ വലിച്ചിട്ടിരിക്കുന്നു. ഇനി ആ കണ്ണൂരുള്ള കോൺഗ്രസ്സുകാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. റിജിൽ മാക്കുറ്റിയെയും അമൃത രാമകൃഷ്ണനെയും പോലെയുള്ള പുതിയ തലമുറക്കാർ വളർന്നു വരേണ്ടവരെ അവരെയും അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് അദ്ദേഹം മാന്യമായി ഈ സമയത്ത് പെരുമാറണം, അദ്ദേഹം മാറി നിൽക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഇന്നലെ G. സുധാകരൻ പറയുന്നത് പോലെ ഇദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ തള്ളി പുറത്താക്കിയതുപോലെയാണ് പുറത്താക്കിയതെന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വാദം, അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ അവിടെ രാഹുൽ ഗാന്ധി അടക്കം ഉൾപ്പെടുന്ന വേദിയിൽ നിന്നിറങ്ങിപ്പോയി. രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളതും അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു വിധത്തിലാണ് അദ്ദേഹം ആ വേദിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ പരിഗണിക്കാത്തത് കൊണ്ടുള്ളൊരു പ്രതിഷേധമാണെങ്കിൽ ആ നിലയ്ക്ക് വേണമെങ്കിൽ കാണാം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രതിഷേധമൊക്കെ ഉയർത്തിയിട്ട് ഞാനിവിടെ ഇപ്പോഴും കരുത്തനാണ് എന്നും എൻ്റെ വാക്കിന് വിലയുണ്ട് എന്നൊക്കെയുള്ള ബോധ്യപ്പെടുത്തി അദ്ദേഹം പിൻവാങ്ങിയാൽ നല്ലത്. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കോൺഗ്രസിനെ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാക്കുകയാണ് അദ്ദേഹം. അത്രേ ഉള്ളൂ. ഹർഷൻ ഇപ്പോൾ അവസാനത്തെ വരിയായിട്ട് പറഞ്ഞ ഇദ്ദേഹം ഇങ്ങനെ പിൻവാങ്ങിയാൽ നല്ലത് എന്ന് പറഞ്ഞില്ലേ, അതാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കെ സുധാകരന് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നതല്ലാതെ, അതായത് AICC ഹൈക്കമാൻഡ്, ദേശീയ നേതൃത്വം, MP-മാരും മത്സരിക്കേണ്ടതില്ല, കെ സുധാകരനും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സീറ്റ് കിട്ടില്ല എന്ന തീരുമാനം എടുത്തുറച്ച് നിൽക്കുകയാണെങ്കിൽ കെ സുധാകരൻ വല്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അതിനോട് അടിച്ച് ഇപ്പോൾ G. സുധാകരൻ ചെയ്ത പോലെ എന്തെങ്കിലും ചെയ്യും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കെ സുധാകരൻ അതിന് വഴങ്ങുകയായിരിക്കും ചെയ്യുക. നമ്മുടെ മുന്നിൽ അദ്ദേഹത്തിന് ക്ഷീണം പറ്റും. കാരണം അദ്ദേഹം മത്സരിക്കും, ഉറപ്പ് 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 എന്ന് പറഞ്ഞ ആളാണ്. ഇന്നിപ്പോൾ അവിടേക്ക് വന്നിട്ട് ആളുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പിണങ്ങി പോന്നിട്ടുണ്ട്. ഒരു വിപ്ലവം, ഒരു കൊട്ടാര വിപ്ലവമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടാവും. കാരണം സീറ്റില്ല എന്ന് വരുന്നത് അദ്ദേഹത്തിന് അങ്ങോട്ടൊരു ക്ഷീണമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമേ ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. സീറ്റ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം പ്രതിഷേധിച്ച് ആകപ്പാടെ കുഴപ്പത്തിലായിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുക, അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ട് കലാപം ഉയർത്തുക എന്ന കാര്യത്തിലേക്ക് അദ്ദേഹം പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഹർഷ, അവിടെ ഈ MP-മാർ സീറ്റ് കിട്ടില്ല, MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് AICC ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും
അവർ അതുവഴി മുന്നോട്ട് പോവുകയും അതിനോട് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് കെ സുധാകരൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്ന് വെച്ചാൽ പാർട്ടിക്ക് കുഴപ്പമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഇരുപക്ഷത്തിനും ക്ഷീണം ഉണ്ടാകും. അത് കോൺഗ്രസ്സിന് ക്ഷീണം ഉണ്ടാവും എന്നാണല്ലോ പൊതുവിൽ ആളുകൾ പറയുന്നത്. കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാകുന്ന മാത്രമല്ല കെ സുധാകരൻ്റെയും രാഷ്ട്രീയ ഡിക്ലൈനിങ്ങിൻ്റെ തുടക്കമായിരിക്കും അത് എന്ന് നമ്മൾ നിശ്ചയമായിട്ടും കാണണം. അത് കോൺഗ്രസ് ജയിച്ചാൽ, അതായത് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയാലും ഭരണത്തിലേക്ക് വന്നാലും കോൺഗ്രസിന് ഭരണത്തിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ട് കോൺഗ്രസും സുധാകരനും രണ്ടു വഴിക്കായാൽ സുധാകരൻ എത്രമാത്രം ശക്തനാണോ എങ്കിൽ പോലും സുധാകരന് ക്ഷീണം ഉണ്ടാവും എന്ന് നമ്മൾ കാണണം. കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ കാണുന്ന കാലത്ത്, നമ്മൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്തും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന് തുടക്കകാലത്തൊക്കെ നമ്മൾ കണ്ണൂരിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായികളുള്ള ഒരാളായിരുന്നു സണ്ണി ജോസഫ്, ഇപ്പോഴത്തെ KPC അധ്യക്ഷൻ. പക്ഷേ അദ്ദേഹത്തോടൊരു അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ട് കെ സുധാകരന് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഒരസൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ഇന്ന് വന്നിരിക്കുന്ന സുധാകരൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന 2-3 ആളുകളെങ്കിലും, പ്രാദേശിക പ്രവർത്തകർ നേതാക്കളായിട്ടുള്ള ആളുകളെങ്കിലും മൈക്കിന് മുന്നിൽ തന്നെയും പറഞ്ഞിട്ടുണ്ട്, സുധാകരൻ സാറ് മത്സരിച്ചില്ലെങ്കിൽ, കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ, സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെ ചെയ്യിക്കാതിരിക്കുകയും ചെയ്യും എന്ന് 3 പേരെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ പല ചാനലുകളുടെ ബൈറ്റുകൾ കണ്ടു. അത് ഫസ്റ്റ് ഡേ ആണെന്ന് ഓർക്കണം. ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ഈ കാണുന്നത്രയ്ക്ക് കോൺഗ്രസിൻ്റെ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഒരു സംഗതിയായിട്ട് എസ്കലേറ്റ് ചെയ്തിട്ടില്ല. ഒരു പ്രാഥമിക ഘട്ടത്തിലാണ് ഈ പ്രശ്നമൊക്കെ നിൽക്കുന്നത്. ആ പ്രാഥമിക ഘട്ടത്തിൽ പോലും അവർ ഞങ്ങൾ വോട്ട് ചെയ്യില്ല, കുറേ ആളുകൾ വോട്ട് ചെയ്യിക്കാതിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയാൽ കണ്ണൂരിൽ മാത്രമല്ല അപ്പുറത്ത് പേരാവൂരിലും പ്രശ്നം ഉണ്ടാകും. പേരാവൂരിൽ 4000 വോട്ടിനടുത്താണ് ഭൂരിപക്ഷം കഴിഞ്ഞ തവണ സണ്ണി വക്കീലിൻ്റെ. അവിടെ ചെന്ന് മത്സരിക്കുന്ന ആരാണ്? KK ശൈലജയാണ്. അപ്പോൾ അവിടെയും അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടാവുകയാണെങ്കിൽ ക്ഷീണം ഉണ്ടാകും കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസിന് മാത്രമായിരിക്കില്ല, കെ സുധാകരൻ്റെ രാഷ്ട്രീയ പ്രതാപകാലത്തിൻ്റെ താഴേക്കിറക്കലായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് മനസ്സിലാക്കുന്ന ആളായിരിക്കും കെ സുധാകരൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിനൊരു ക്ഷീണമുണ്ട്. കാരണം ഉറപ്പ് 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 എന്ന് വളരെ ആർജവത്തോടുകൂടി പറഞ്ഞെടുത്ത് നിന്ന് കണ്ണൂരിൻ്റെ ഹൃദയരക്തത്തിൻ്റെ മണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പോസ്റ്റൊക്കെ ഇട്ട സ്ഥലത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകേണ്ടി വരിക എന്നതൊരു ക്ഷീണം തന്നെയാണ്. പക്ഷേ ആ ക്ഷീണം ഏറ്റുവാങ്ങുക, അത് പരമാവധി ആഘാതം കുറച്ച് ഏറ്റുവാങ്ങുക എന്ന കാര്യം മാത്രമായിരിക്കും സുധാകരന് മുന്നിലുള്ള കാര്യം. സുധാകരൻ അത് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് കോൺഗ്രസ്സാണ് പാർട്ടി, എന്നാൽ ഇതെല്ലാം പരിഗണിച്ചിട്ട് രാഹുൽ ഗാന്ധി അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തും. നിങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ മത്സരിക്കുന്നത്, ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകരോടും പാർട്ടി അണികളോടും പറയാനുള്ള ഒരു അവസരം കൊടുക്കുകയായിരിക്കും കെ സുധാകരൻ ചെയ്യുക. അതായത് ഇവിടെ റിജിൽ മാക്കുറ്റിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഞാൻ തന്നെയാണത്, എൻ്റെ പ്രതീതി തന്നെയാണ് റിജിൽ മാക്കുറ്റി, എൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കുക. അമൃത രാമകൃഷ്ണനാണെങ്കിലും അത് പറയാനുള്ള അവസരം കൊടുക്കുക. നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിച്ചോളൂ എന്ന് പറയാനുള്ള അവസരം കൊടുത്തിട്ട് അങ്ങനെ ഒരു സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരിക്കും മിക്കവാറും കോൺഗ്രസ് നേതൃത്വം ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യം. ഇത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹർഷം പറഞ്ഞു തന്നെയാണ് അതിനകത്തുള്ള കാര്യം, ഈ സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പദവിയിലേക്ക് എത്തും എന്നത് സത്യത്തിൽ കെ സുധാകരൻ സ്വന്തം നിലക്ക് മാത്രമല്ല അത് കേട്ടോ ആലോചിക്കുന്നത്. അതായത് കെ സുധാകരൻ ഉറപ്പായിട്ടും മത്സരിച്ച് മന്ത്രിയാകണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളുടെ ആഗ്രഹപ്രകടനമാണ് നമ്മൾ കണ്ടത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ ഇത്തവണ മത്സരിക്കണം, സംസ്ഥാനത്തെ മന്ത്രിയാകണം എന്ന് അദ്ദേഹത്തിന് ചുറ്റുപാടുള്ള കുറേയേറെ ആളുകൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം അതിനകത്ത് പരിശോധിക്കേണ്ടത്, അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റായിട്ടുള്ളതല്ല. അതായത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് വെച്ചാൽ കെ സുധാകരൻ്റെ കരുത്തിലുണ്ടായതാണ്. കെ സുധാകരൻ സാത്വികമായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലിയുള്ള ആളൊന്നുമല്ലല്ലോ. കണ്ണൂർ ഒരു കാലത്ത് എന്ന് വെച്ചാൽ കോൺഗ്രസ്സൊക്കെ വാനിഷായി പോകും. നല്ല വോട്ട് ബേസുള്ള പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള നിറയെ ആളുകളുള്ള ഒരു കോൺഗ്രസിൻ്റെ വലിയ സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്, ഒരു ജില്ലയാണ് കണ്ണൂർ എന്ന് നമുക്ക് അപ്പാടെ അറിയാം, കണ്ണൂർ ജില്ലയാകെ. പക്ഷേ അവിടെ ഈ BJPയുടെയും RSSൻ്റെയും CPMൻ്റെയും പരസ്പരമുള്ള ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങൾക്കിടയിൽ എല്ലാ ദിവസവും രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഇവർ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കാലം മാത്രം വരുന്ന കാലത്ത് പിന്നെ കെ സുധാകരനെ പോലുള്ള 10-15 നേതാക്കൾ അതേ സ്റ്റാച്ചറിൽ വളരെ കരുത്തരായി നിൽക്കുന്ന 4-5-8 നേതാക്കന്മാരിങ്ങനെ നിൽക്കുന്ന CPMൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിനെ ശക്തമായിട്ട് പിടിച്ചു നിർത്തിയത് എന്ന് വെച്ചാൽ പിന്നീട് പിൽക്കാലത്ത് വന്ന ആളുകളെല്ലാം ധൈര്യത്തോടെ ചേർത്ത് നിർത്തിയത്. കോൺഗ്രസ് അങ്ങനെ തല്ലാനും പിടിക്കാൻ പോകുന്ന ആളുകൾ പേടിയുള്ള ആൾക്കാരാണല്ലോ. അതായത് പക്ഷേ അവരെ ധൈര്യത്തോടു കൂടി ചേർത്ത് നിർത്തിയത് ഈ നേതാവാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം കെ സുധാകരനോളം പോകുന്ന നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. കെ സുധാകരനേക്കാൾ വലിയ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം രാമകൃഷ്ണൻ്റെ കാലം അങ്ങനെയായിരുന്നു എന്നാണ് ആ കാലത്തെ പറ്റി അറിയുന്ന ആളുകൾ പറയുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന കെ സുധാകരനെ, ധീരനും കരുത്തനായ കെ സുധാകരനെ ഒരു തരത്തിലുള്ള മയവും ഇല്ലാതെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പി രാമകൃഷ്ണനെ നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ DCC പ്രസിഡൻ്റായിരുന്ന PR എന്ന് നമ്മൾ വിളിക്കുന്ന അദ്ദേഹം ഇല്ല, പി രാമകൃഷ്ണൻ അതിരു സൂക്ഷ്മമായിട്ടും അങ്ങേയറ്റം പരിഹസിച്ചിട്ടും നേരിടുമായിരുന്നു അദ്ദേഹം കോൺഗ്രസിനകത്ത് തന്നെ. പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധമായിട്ട് കുത്തിയിരുന്നുണ്ട്. അത് ഒരു പേടിയും ഭയപ്പാടുണ്ടായിരുന്നില്ല. കെ സുധാകരനൊപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ പോന്ന ഒരുപാട് ശാരീരിക
ശേഷിയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ നടക്കുമ്പോൾ മെലിഞ്ഞ പി രാമകൃഷ്ണൻ, കോൺഗ്രസിലെ മറ്റൊരു ശ്രേണിയുടെ നേതൃബിംബമായിട്ടുള്ള പി രാമകൃഷ്ണൻ അവിടെ ഒറ്റക്ക് നിന്ന് ഇവരോട് വർത്തമാനം പറയാൻ പ്രാപ്തനായിരുന്നു. അപ്പോൾ വലിയ നേതാക്കളുണ്ടായിരുന്നു. പക്ഷേ അതിനെ ഈ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു വലിയ സംഘമായിട്ട് നിർത്തിയിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത് കെ സുധാകരനാണ്. അതുകൊണ്ട് കെ സുധാകരൻ കരുത്ത് കാണിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിലെ എല്ലാത്തിനും ഒരു കാലമുണ്ടല്ലോ, രാഷ്ട്രീയത്തിലല്ല പക്ഷേ എല്ലാത്തിലും ഒരു കാലമുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ ആ കാലത്തിൽ ഏത് വലിയ നേതാക്കൾക്കും ഒരു ഡിക്ലൈനിങ് പീരീഡ് ഉണ്ട്. ആ ഡിക്ലൈനിങ് പീരീഡ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയോട് ഏറ്റുമുട്ടിയിട്ടാണ് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് പോകാൻ പോകുന്നതെങ്കിൽ, അതായത് നമ്മളിപ്പോൾ അപ്പുറത്ത് LDF ജി സുധാകരൻ ചെയ്തതുപോലെ ഞാൻ മത്സരിക്കും എന്തായാലും എന്ന നിലപാടെടുത്ത് പാർട്ടിക്ക് അതീതമായിട്ട് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാവും, സംശയിക്കേണ്ട. കോൺഗ്രസ് പാർട്ടിക്ക് നല്ല ക്ഷീണം കണ്ണൂരിൽ മാത്രമല്ല, ഒരുപക്ഷെ അതിൻ്റെ പ്രതിഫലനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. പക്ഷേ കെ സുധാകരൻ്റെയും താഴേക്കുള്ള ഇറക്കത്തിൻ്റെ തുടക്കമായിരിക്കും അതെന്ന് പ്രവചിക്കുന്നതിന് എനിക്ക് തടസ്സമൊന്നുമില്ല. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുധാകരൻ എങ്ങനെയാണ് KPCC പ്രസിഡന്റ് ആവുന്നത്? അതായത് ആ സമയത്ത് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവർ മുഴുവൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇങ്ങനെ കോൺഗ്രസ് അണികളുടെ ചീത്തവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നത് രണ്ടുപേരെയായിരുന്നു. ഒന്ന് കെ സുധാകരനെയും ഒന്ന് VD സതീശനെയും. VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് കോൺഗ്രസിനെ നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കെ സുധാകരൻ ഇപ്പുറത്ത് അദ്ദേഹത്തിലും കോൺഗ്രസ്സുകാർക്ക് അത്ര പ്രതീക്ഷയായിരുന്നു. കാരണം കരുത്തോടെ ഈ ഒരു പ്രതിസന്ധികൾ നയിക്കാനുള്ള ഒരു നേതാവ് എന്ന മട്ടിലാണ് കണ്ടത്. ആദ്യഘട്ടത്തിൽ ആ മട്ടിൽ പോയെങ്കിലും പിന്നീട് അത് അങ്ങനെയല്ല പിന്നീട് കാര്യങ്ങൾ വരുന്നത്. അദ്ദേഹം ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുള്ള സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പ്രാദേശികമായി നിന്ന് ഇങ്ങനെ പോരടിച്ചു ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടം ഒന്ന് ആത്യന്തികമായിട്ട് CPM-നെതിരെ മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ദേശീയ തലത്തിൽ പോയി അവിടെ നിന്നാൽ അവിടെ പോരടിക്കേണ്ടത് ആരോടാണ്? RSSൻ്റെ രാഷ്ട്രീയത്തോട്, BJP-യോട്. പക്ഷെ ഇവിടെ ആരാണ് അദ്ദേഹം? RSSൻ്റെ ശാഖ CPM-കാർ ആക്രമിക്കാതിരിക്കാൻ കാവൽ നിന്നയാളാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന നേതാവാണ്. വേണമെങ്കിൽ ഈ കാലത്തും I will go with BJP എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിന് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം BJP-ക്കെതിരെ ഒരു പരിധിക്കപ്പുറത്ത് ആഞ്ഞടിക്കുന്നത് എങ്ങനെയാണ്? നാളെ വേണമെങ്കിൽ BJP-യിലേക്ക് പോകാം എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ കിടക്കുന്നത് ഇവിടെ CPM-നോട് നേരിടുന്നത്, CPM-വുമായി ഏറ്റുമുട്ടുന്നതിലാണ്. അതുകൂടെ ആയിരിക്കാം അദ്ദേഹത്തെ തിരിച്ച് കേരളത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതായിരിക്കും. ഞാൻ ഈ കെ സുധാകരനൊക്കെ ആകുമ്പോൾ വിഷയം നമുക്ക് പറഞ്ഞു നിർത്താൻ തോന്നില്ല, അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വിഷയമുണ്ട്. കണ്ണൂർ ജില്ലയിൽ വളരെയധികം സ്വാധീനമുള്ള നേതാവാണ് കെ സുധാകരൻ എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് സീറ്റില്ലെങ്കിൽ ജില്ലയിൽ ആകെ അത് പ്രതിഫലിക്കും എന്ന സുധാകരൻ്റെ ഭീഷണി കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതൽ തന്നെ തുടങ്ങിയതാണ് കെ സുധാകരൻ്റെ നേതൃത്വവുമായുള്ള പടലപ്പിണക്കങ്ങൾ. ഇതിന് പുറമെയാണ് തന്നെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനും നേതൃത്വം തയ്യാറല്ല എന്ന വിവരം സുധാകരനെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. കണ്ണൂരിൽ മത്സരിക്കാൻ സുധാകരൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ നിൽക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്കേ എത്ര എതിർപ്പുകൾ വരുന്നാലും തൻ്റെ നിലപാടുകളിൽ പിന്നോട്ട് പോകുന്ന പ്രവണതയില്ലാത്ത കെ സുധാകരനെ ഇനി എങ്ങനെ തങ്ങളുടെ കൂടെ നിർത്തും എന്നതാകും കോൺഗ്രസിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വികാരങ്ങൾക്കും മുകളിൽ സുധാകരൻ പാർട്ടി മാനദണ്ഡങ്ങൾക്ക് വഴങ്ങുമോ എന്നത് സംശയമാണെങ്കിലും അത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. സുധാകരൻ വഴങ്ങാൻ തീരുമാനിച്ചാൽ സുധാകരന് വഴങ്ങാൻ തീരുമാനിച്ചാൽ മറ്റ് ഇതേ ആവശ്യമായി രംഗത്ത് വരുമോ എന്ന പേടി കോൺഗ്രസ് നേതൃത്വത്തിന് വലുതായുണ്ട്. അതേസമയം മറ്റു പാർട്ടികളിലെ നേതാക്കളെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്ന് കോൺഗ്രസ് പരിശോധിക്കേണ്ടതും ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്ന് തോന്നുന്നു.